ദീപമായി ലോകരക്ഷകനാമേശുവിന്നു ജാതന പോയിടാം എന്നും ദൂതുമായി ദിവ്യജനനത്തിൻ സന്ദേശം നൽകിടാം കൂരിരുൾ നീക്കി ദീപമായി ലോകരക്ഷകനാമേശുവിന്നു ജാതന പോയിടാം എന്നും ദൂതുമായി ദിവ്യജനനത്തിൻ സന്ദേശം നൽകിടാം കാലിക്കൂട്ടിൽ പാപം പോക്കാൻ പാരിതി സർവലോകനാഥനീശൻ വന്നിതാ ലോകമെങ്ങും സാക്ഷിയായി പോയിടാം ഇനി കാരുണ്യത്തിൻ കാവലായി പോയിടാം. എല്ലാവർക്കും ഈ വർഷത്തെ ഡിസംബർ മാസത്തിലേക്ക് സ്വാഗതം. നമ്മൾ നോയമ്പിന്റെ 17ാം ദിവസത്തിലേക്ക് അടുക്കുകയാണ്. ഇന്നത്തെ വചനം ഏശയ്യാ 11-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ജെസ്സയിൽ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. പ്രിയപ്പെട്ടവരെ, ജെസ്സയുടെ കുറ്റിയിൽ നിന്ന് കിളർത്തു വരുന്ന ആ മുള ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും ജോസഫിന്റെ മകനായി പിറക്കുന്ന ദൈവപുത്രനെ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. കർത്താവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് അവിടുന്ന് ജ്ഞാനവും വിവേകവും ഉപദേശവും ശക്തിയും ദൈവഭക്തിയും എല്ലാം കൊണ്ട് നമ്മളെ നിറയ്ക്കും. അവിടുത്തെ വരവിനായി നമ്മളെ തന്നെ ഒരുക്കാം. ഇന്നത്തെ സുഹൃദേവം, എന്റെ ഉണ്ണീശോയെ നിന്റെ അനുസരണം എന്ന പുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഇന്നത്തെ പ്രവൃത്തി നമുക്ക് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൂരിരുൾ നീക്കി ദീപമായി ലോകരക്ഷകനാമേശുവിന്നു ജാതന പോയിടാം എന്നും ദൂതുമായി ദിവ്യജനനത്തിൻ സന്ദേശം നൽകിടാം കൂരിരുൾ നീക്കി ദീപമായി ലോകരക്ഷകനാമേശുവിന്നു ജാതന പോയിടാം എന്നും ദൂതുമായി ദിവ്യജനനത്തിൻ സന്ദേശം നൽകിടാം.